കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ല, അതായത് തിരുവനന്തപുരം ജില്ല ആർക്കൊപ്പം നിൽക്കുന്നോ അവരായിരിക്കും കേരളം ഭരിക്കുക എന്ന കാര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എടുത്തു പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ള മുന്നണികളൊക്കെ ആ സമയത്ത് കേരളത്തിൽ ഭരണത്തിലെത്തിയിട്ടുണ്ട്. 2016-ലും 2021-ലും തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയം നേടിയത് ഇടതുപക്ഷമായിരുന്നു. സ്വാഭാവികമായും ഇടതുപക്ഷം കേരളത്തിൽ ഭരണത്തിലെത്തുകയും ചെയ്തു. അതിനും പിന്നിലേക്ക് പോയാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല ആർക്കൊപ്പം നിന്നിരുന്നോ അവർക്ക് കേരളം ഭരിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് ഇവിടെ പ്രധാനം എന്ന ഒരു വിശ്വാസം രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട്. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലകളിൽ ഒന്നുകൂടിയാണ് ഈ പറയുന്ന തിരുവനന്തപുരം. എന്നാൽ തുറന്നു പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 ഇടതുപക്ഷമായിരുന്നു വിജയിച്ചത്. കോവളം നിയമസഭാ മണ്ഡലം മാത്രമാണ് UDF-നൊപ്പം നിന്നത്. എന്നാൽ ഇത്തവണയെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ വിജയിക്കണമെന്ന ഒരു ലക്ഷ്യം തിരുവനന്തപുരത്തെ കോൺഗ്രസിനുണ്ടെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ചില വാർത്തകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന നിർണായക ചർച്ച 4 മണിക്കൂറുകളോളം നീണ്ടുനിന്നു. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ, ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപാദാസ് മുൻഷി എന്നിവരുൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ പങ്കെടുത്ത മാരത്തോൺ ചർച്ചയ്ക്കൊടുവിൽ 100ഓളം സെക്രട്ടറിമാരുടെ നിയമനത്തിൽ ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 1-2 അല്ല, 100ഓളം സെക്രട്ടറിമാരുടെ. ഇതൊക്കെ കേട്ട് ചിരിക്കാതെ നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 100 പേരെ സെക്രട്ടറിമാരായി നിയമിക്കുക. ഏതെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ വേദിയിലിരിക്കാൻ വേണ്ടി മാത്രമേ സത്യം പറഞ്ഞാൽ ആൾക്കാർ കാണുകയുള്ളൂ എന്നർത്ഥം. സദസ്സിലിരിക്കാൻ ആരും കാണില്ല. ഈ 100 പേരും കൂടി പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പരിപാടിയിൽ വേദിയിൽ കയറിയിരുന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ളവർ പോലും ആയിരിക്കില്ല. സംസ്ഥാന കോൺഗ്രസിലെ നിർണായകമായ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളെയും ശശി തരൂരിനെയും ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾ ഫോണിലൂടെ ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ അറിഞ്ഞു എന്നാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷമാണ് സെക്രട്ടറിമാരുടെ പട്ടിക അന്തിമ രൂപത്തിലേക്ക് എത്തുന്നത് എന്നാണ് വിവരം. ആരുടെ നിർദ്ദേശം പരിഗണിച്ചില്ലെങ്കിലും ശശി തരൂരിൻ്റെ നിർദ്ദേശം പരിഗണിക്കുക തന്നെ വേണം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, സെക്രട്ടറിമാരുടെ നിയമനം പൂർത്തിയാക്കിയെങ്കിലും തിരുവനന്തപുരം DCC പ്രസിഡന്റിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സ്ഥിരമായി ഒരു പ്രസിഡന്റിനെയാണ് ഉദ്ദേശിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ ശക്തമായ വിയോജിപ്പ് ചർച്ചകൾ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കാരണമായി എന്നാണ് വിവരം. VD സതീശൻ തൻ്റെ ഉറ്റ അനുയായിയായ ചെമ്പഴന്തി അനിലിനെ സ്ഥിരം DCC പ്രസിഡന്റായി നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അത് ശരിയാകില്ല എന്ന ഭൂരിപക്ഷ അഭിപ്രായമുയരുകയായിരുന്നു. അതിന് കാരണം, മുൻപ് KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പ്രധാന സംഘടനാ പദവികളൊന്നും വഹിക്കാത്ത പരിചയക്കുറവുള്ള ഒരാളാണ് ഈ ചെമ്പഴന്തി അനിലെന്നും അങ്ങനെയുള്ള ഒരാളെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ പണി പാളുമെന്നുമാണ് ചർച്ചയിൽ പങ്കെടുത്ത മറ്റു നേതാക്കളും ഈ പുറത്തുള്ള മുതിർന്ന നേതാക്കളുമൊക്കെ പറഞ്ഞത്. ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷ നേതാക്കളും VD സതീശൻ്റെ നിർദ്ദേശത്തെ എതിർക്കുകയായിരുന്നു എന്ന് വ്യക്തം. അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിൽ തർക്കം ഒഴിവാക്കി ഒരു താൽക്കാലിക പരിഹാരം കാണാൻ നേതാക്കൾ നിർബന്ധിതരായത്. ഇതിൻ്റെ ഭാഗമായി KPCC വൈസ് പ്രസിഡന്റായ ശരത് ചന്ദ്ര പ്രസാദിന് തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക ചുമതല നൽകാൻ ധാരണയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അദ്ദേഹം ഈ പദവി വഹിക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരമായി ഒരു DCC പ്രസിഡന്റ് വരികയുള്ളൂ എന്നർത്ഥം. ഇത്തരത്തിൽ നട്ടും ബോൾട്ടും ഊരി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉറച്ചു വിശ്വസിക്കുന്നത്. അതും
100-ലധികം സീറ്റുകളുമായി. പെയ്ഡ് പരിപാടിയാണെന്ന്, ഇതൊന്നും യഥാർത്ഥ പ്രവർത്തകരല്ല. ഇതിന്നിപ്പോൾ തലസ്ഥാനത്ത് നടത്തുന്ന പ്രതിഷേധം കണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഞാൻ അവിടുന്ന് റഹീസാണ് റിപ്പോർട്ട്. റഹീസ് പറയുന്നു, ഞാൻ ഇത്ര കാലമേ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നമുക്കറിയാത്ത ആരൊക്കെയോ വന്നിട്ടാണ് അവർ പ്രസംഗിച്ചു പോകുന്നത്. അപ്പോൾ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ്, പെയ്ഡ് പരിപാടിയാണ്. ഈ പെയ്ഡ് പരിപാടി എങ്ങനെയാണ് നടക്കുന്നത്? ഇതിന് കോൺഗ്രസ് നേതൃത്വം യെസ് മൂളുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും അപലപിച്ച് രംഗത്ത് വരണമെന്നേ, പ്രതികരിക്കണമെന്നേ? എന്താണ് പ്രതികരിക്കാത്ത? എന്താണ് ഭയക്കുന്നത്? ഇതാണോ നിങ്ങൾക്ക് വോട്ട് നേടി തരാൻ പോകുന്ന ഈ 100 സീറ്റ് എന്ന പ്രതീക്ഷ നടത്തി തരാൻ പോകുന്ന ആൾക്കൂട്ടം ഇവരാണോ? അതായത് ഒരു പെയ്ഡ് ടീം കുറേ പോസ്റ്റുകൾ ഇടുന്നു, ആ പെയ്ഡ് ടീം തന്നെ അതിന് ലൈക്ക് ഇടുന്നു, അവർ തന്നെ അത് ഷെയർ ചെയ്യുന്നു. ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പോഴേക്കും ഇതിങ്ങനെ വരികയാണ്. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അപലപിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകളാണല്ലോ. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് എടുക്കുന്ന നിലപാടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങൾ പല രൂപത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? എന്താണ് വിഷയമെന്നുള്ളതാണ്. ഈ വിഷയത്തെ ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾക്കിടയിലെ വിഷയമല്ലേ? നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? സ്വകാര്യ വിഷയമല്ലേ? ഈ രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വകാര്യ വിഷയമാണോ? എത്ര പേരുടെ വിഷയങ്ങളാണ് പുറത്തേക്ക് വന്നത്? സ്വകാര്യ വിഷയമാണോ? ഗർഭചിത്രം നടത്തുന്നു, ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള സ്വകാര്യ വർത്തമാനം, അതിൽ ഒരാൾക്ക് ഗർഭചിത്രം നടത്താൻ താല്പര്യമില്ല, അപ്പോൾ അവർ തമ്മിൽ തർക്കിക്കുന്നു. ആ തർക്കമാണോ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്ത് തരത്തിലാണ് ചോദിക്കുന്നത്? ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ വേദന അനുഭവിച്ച് ട്രോമയിൽ കഴിയുകയാണ്. അവർക്ക് പുറത്തേക്ക് വരാൻ ഒരു ദിവസം വരും, അവരത് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരുത്തനായി തിരിച്ചെത്തുമെന്ന് കരുതുന്ന ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. എന്താണ് ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? ഈ കേരളം മുഴുവൻ ക്രിമിനലുകളെ പിന്തുണയ്ക്കുന്നവരാണെന്നാണോ? എന്താണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്? പാലക്കാട് വന്ന ക്ലബ്ബുകളിലും പരിപാടികളിലും പങ്കെടുത്ത സ്വീകരണം നൽകി കഴിഞ്ഞാൽ അങ്ങ് സ്വീകാര്യനാകുമെന്നോ? ഈ ജയിപ്പിച്ചവർ തന്നെയാണ് തോൽപ്പിക്കുക. ഇനി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പാർട്ടി കാണിക്കേണ്ടതുണ്ട്, ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ രാഹുൽ ഗാന്ധി അവിടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയം, അത് നടത്തിയിരിക്കുന്ന ആ പ്രക്ഷോഭം, അതിൻ്റെ എല്ലാ ശോഭയും കെടുത്തുന്ന രീതിയിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP വിഷയം ദേശീയ തലത്തിലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെ രാഹുൽ എന്ന രൂപത്തിൽ ഒരു താരതമ്യം നടത്തിക്കൊണ്ട് അവരവിടെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് അതിന് വഴിവെച്ചത്? അങ്ങനെ വഴിവെച്ച ഒരാളെ ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും നേട്ടമുണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് മാർച്ച് നടത്താൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് നാളെ രാവിലെ 10 മണിക്ക്. വനിതാ തീരുമാനമായിട്ടില്ല. മഹിളാ കോൺഗ്രസ് എന്നുള്ള സൂചനകൾ നേരത്തെ കേട്ടിരുന്നു. അങ്ങനെയാണ് മഹിളാ കോൺഗ്രസ്സുകാരെ എന്ത് തരത്തിൽ നിർബന്ധിക്കുന്നുണ്ടാവണമെന്ന് ആലോചിച്ചു. അവർക്ക് എന്നിട്ട് തീരുമാനിക്കാൻ കഴിയുന്നില്ല. അതാണ്. അപ്പോൾ ഇതാണ് ഇത് കേരളം ഇതൊക്കെ കാണുന്നുണ്ടെന്ന്. എന്തൊക്കെയാണ് ശബ്ദരേഖ പുറത്തു വന്നത്? ഇതൊരു സ്വകാര്യ പരിപാടിയല്ല, സ്വകാര്യമായ വിഷയമല്ല. ഇതെന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്? നമ്മൾക്ക് ഒരു ഇക്കിളി വാർത്ത കൊടുത്ത് നമുക്ക് ഒരു മഞ്ഞപ്പത്രത്തിന്റെ രൂപത്തിലേക്ക് പോകാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇതിൽ മനുഷ്യത്വരഹിതമായി പെരുമാറിയിരിക്കുന്ന വിഷയമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ഗൗരവം പാർട്ടി ഉൾക്കൊണ്ടു എന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കുന്നത്, ഈ നടക്കുന്ന പേക്കൂത്തുകളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്.